തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദേശീയപാത ബൈപ്പാസിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. ഒരു യുവതിയടക്കം 2 പേരുടെ നില ഗുരുതരമാണ്. റേസിംഗിനിടെയാണ് അപകടമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ അപകടത്തെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് കൈമാറുന്നത്? ആര്യ സൂചിപ്പിച്ചതുപോലെ ഒരു റേസിംഗിനിടയിലുണ്ടായ അപകടം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി കഴക്കൂട്ടം പോലീസ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ബാലരാമപുരം സ്വദേശി ഷിബിൻ ഉൾപ്പെടെ സഞ്ചരിച്ച ഒരു വാഹനമായിരുന്നു, കാർ വാഹനമായിരുന്നു അവിടെയുള്ള തൂണിലിടിച്ച് അപകടത്തിൽപ്പെടുന്നത്. അതിലുണ്ടായിരുന്ന 5 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. അതിൽ ഒരു യുവതിയടക്കം 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരിപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണോ? അതെ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അവർക്കായിരുന്നു പരിക്കേറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരോടൊപ്പം മറ്റു വാഹനങ്ങളിലും ആ സമയത്ത് പലരും ഉണ്ടായിരുന്നു. അവർ റേസിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നതായി പോലീസ് സംശയിക്കുന്നു. അതൊക്കെ വരും മണിക്കൂറിൽ CCTV ഉൾപ്പെടെയുള്ള പരിശോധിക്കുമ്പോൾ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും രാത്രി കഴക്കൂട്ടത്ത് ദേശീയപാതയ്ക്ക് സമീപത്തായിരുന്നു ഈ ഒരു ഹൈവേയിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. വളരെ അതിദാരുണമായ ഒരു സംഭവമായിരുന്നു. ബാലരാമപുരം സ്വദേശിയായ ഷിബിൻ ഓടിച്ചിരുന്ന വാഹനമായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഗുരുതരമായി പരിക്കേറ്റ് ഷിബിൻ അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് അത് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ആര്യ, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. കഴക്കൂട്ടം ദേശീയപാത ബൈപ്പാസിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റി തൂണിലിടിച്ച് വാഹനം അപകടമുണ്ടായത്. ടെക്നോ പാർക്ക് ജീവനക്കാരനായ ബാലരാമപുരം സ്വദേശിയാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന 2 പേരുടെ നില ഗുരുതരമാണ്.